Hi guys. എയറിന്റെ വീണ്ടും ഹയറിംഗ് സ്റ്റാർട്ട് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. സോ ഈ ഒരു പൊസിഷന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. സോ ഫസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ പോവുക, എന്നിട്ട് എയറിന്റെ കരിയേഴ്സ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആവും. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൻ്റെ അകത്ത് വ്യൂ ഓപ്പണിംഗ് കൊടുക്കുക. അപ്പോൾ ട്രെയിനി ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം കാണും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആൻഡ് സി ഇങ്ങനൊരു ന്യൂ പേജ് ഓപ്പൺ ആവും. അതായത് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, കീ അക്കൗണ്ടബിലിറ്റീസ്, ജോബ് പർപ്പസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കൈൻഡ്ലി ഗോ ത്രൂ ഇറ്റ് ആൻഡ് അപ്ലൈ നൗ കൊടുക്കുക. ആൻഡ് സി ഇങ്ങനെ ഒരു ടാബ് വരും. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ട്, മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇല്ല പുതിയതായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ഓപ്ഷൻ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്താൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവട്ടോ. ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അതിന് മുന്നേ ടേംസ് ഓഫ് യൂസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആക്സെപ്റ്റ് കൊടുക്കണം കേട്ടോ. ആൻഡ് ദെൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഇപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും വെച്ച് അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു മെയിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിങ്ങളുടെ റെസ്യൂമെ ഒക്കെ അപ്ലോഡ് ചെയ്യണം. അതിനകത്ത് ഒരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റെസ്യൂമെ അപ്ലോഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കവർ ലെറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. വേറെ കുറച്ച് ഡോക്യുമെന്റ്സ് കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കാരണം ഓപ്ഷണൽ ആണ്. മെയിൻ ആയിട്ട് കൊടുക്കേണ്ട ഡോക്യുമെന്റ്സിന്റെ സൈഡിൽ ഒരു സ്റ്റാർ കാണും കേട്ടോ. അത് മാത്രമാണ് മാൻഡേറ്ററി ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആയാലും അതുപോലെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളായാലും. അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഇൻഫർമേഷൻ ആണ് ചോദിക്കുന്നത്. അതൊക്കെ നിങ്ങളെ പറ്റിയുള്ള ബേസിക് കാര്യങ്ങളാണ്. ലൈക്ക് നിങ്ങളുടെ നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. അതിൻ്റെ അത് ഞാൻ പറഞ്ഞ റെഡ് സ്റ്റാർ കണ്ടോ, അതിൽ മാത്രമാണ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ബാക്കി റെഡ് സ്റ്റാർ ഇല്ലെങ്കിൽ അത് മാൻഡേറ്ററി അല്ല കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്താൽ മതി. പിന്നെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കാണ് അതൊക്കെ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രീവിയസ് എംപ്ലോയ്മെന്റ്. അതായത് നിങ്ങളൊരു ഫ്രഷർ അല്ല, നിങ്ങൾക്ക് കസ്റ്റമർ സർവീസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡിലോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ ഫ്രഷർ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സ്കിപ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ അത് മെയിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനി, സ്റ്റാർട്ട് ഡേറ്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അത് നിങ്ങൾ നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ സെക്ഷനാണ്. അതായത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹയസ്റ്റ് ടു ലോവസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണ്. നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ആൻഡ് ദെൻ നിങ്ങളുടെ പ്ലസ് ടുയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ആൻഡ് യെസ് യു ആർ ഓൾമോസ്റ്റ് ദെയർ. നെക്സ്റ്റ് വരുന്നത് ജോബ് സ്പെസിഫിക് ഇൻഫർമേഷൻ ആണ്. അതായത് നിങ്ങളുടെ വെയ്റ്റ്, ഹൈറ്റ്, നാഷണാലിറ്റി, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് അതും നിങ്ങൾ നോക്കിയിട്ട് ഫില്ല് ചെയ്യുക. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക കേട്ടോ. ആൻഡ് ഈ ഒരു സെക്ഷനിൽ ഓൾറെഡി വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ സ്റ്റാർ മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത് മാൻഡേറ്ററി ആണ്. അപ്പോൾ ഫ്രഷർ ആയ ആൾക്കാർക്ക് നിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം ഈ ലാസ്റ്റ് കണ്ടോ, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദി ഇൻഫർമേഷൻ, അവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കുക. ആൻഡ് ദെൻ വീണ്ടും നിങ്ങൾക്കൊരു യെസ് ഓർ നോ സെക്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ യെസ് വേണ്ടടുത്ത് യെസ് കൊടുക്കുക, നോ വേണ്ടടുത്ത് നോ കൊടുക്കുക. ആൻഡ് യെസ് ഹിയർ കംസ് ദ ലാസ്റ്റ് സ്റ്റേജ്. ഇവിടെയാണ് നിങ്ങൾ ഫൈനലി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഓപ്ഷൻ കാണും ലൈക്ക് അപ്ലൈ, സേവ് എന്നൊക്കെയുള്ള. അതിൻ്റെ അകത്ത് നിങ്ങൾ അപ്ലൈ കൊടുക്കുക. ആൻഡ് യെസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ബൈ.